പ്രശസ്ത ഉറുദു ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് ആബ അയ്യങ്കാർ. ഉറുദുവിലെ മാധവക്കുട്ടി എന്നാണ് കവി സച്ചിദാനന്ദൻ ആബ അയ്യങ്കാരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മലയാളത്തെയും മലയാള സാഹിത്യത്തെയും ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആബ അയ്യങ്കാരെയാണ് ഇത്തവണ ജനസമ്മതത്തിൽ സെറീന ജോസ് പരിചയപ്പെടുത്തുന്നത്. We are side by side, not to collide. We are lovers and we kiss, but our religions don't mix. So when we stand in line for water, we cannot stand together. Side by side, yes, but we will drink from different cups, from different clay pots. Tell me, does your water taste different from mine? ജനലിനപ്പുറം നോക്കിയിരിക്കാൻ ഏറെ ആഗ്രഹം. പക്ഷേ പകലുകൾ കാണേണ്ട. പകലുകൾക്കുമേൽ മഴ പെയ്യുമ്പോൾ ആരുടെയോ വിളിയും കാത്ത് നേരം വെളുക്കുവോളം ജനൽപ്പടിയിൽ ഞാനുണ്ടാകും. അപ്പോൾ പ്രണയവും ജീവിതവും കാമവുമെല്ലാം പച്ച മനുഷ്യനായ എൻ്റെ ഉള്ളിൽ കത്തിയെരിയും. ജീവിതത്തോടുള്ള ആബ അയ്യൻകാറിന്റെ അടങ്ങാത്ത ദാഹം കൊണ്ടായിരിക്കാം കവി സച്ചിദാനന്ദൻ ആബയുടെ എഴുത്തിനെ കമല സുരയ്യയോട് താരതമ്യപ്പെടുത്തിയത്. എഴുപതുകളിൽ എലിയട്ടിനെയും ടെന്നിസണെയും അഗത ക്രിസ്റ്റിയുമൊക്കെ വായിച്ചു തുടങ്ങിയപ്പോൾ ആബയ്ക്ക് സാഹിത്യം പുതുവഴിയായി. ഡൽഹിയിലെ വിദ്യാലയ ജീവിതത്തിനിടെ പ്രസിദ്ധീകരണങ്ങളിൽ ആബയുടെ ഉറുദു കവിതകൾ അച്ചടിച്ചു വന്നു. സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഉന്നത വിദ്യാഭ്യാസമെങ്കിലും സാഹിത്യം ഹരമായപ്പോൾ ഇക്കണോമിക്സ് അരികുമാത്രമായി. ഇതിനിടെ കൽക്കട്ടയിലെ ജീവിതം ആബയുടെ എഴുത്തിനെ കൂടുതൽ മിനുക്കി. I think the life in Calcutta is quite different from the life in some place like Delhi. The kind of people, I think that is also because Calcutta has people very steeped in literature, very steeped in education. So I think that make a big difference to me. മനുഷ്യബന്ധങ്ങളും ജീവിതവും ഭക്തിയുമെല്ലാം എഴുത്തിലെ വിഷയങ്ങളായി. ആബയുടെ കവിതാ സമാഹാരങ്ങൾ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടി. മലയാളിയായ ബിജു വിശ്വനാഥൻ ആബയുടെ കവിതയെ അടിസ്ഥാനമാക്കി സംവിധാനം ചെയ്ത പർവാസ് എന്ന സിനിമയ്ക്ക് ഗ്രീസിലെ പാട്രാസ് ചലച്ചിത്രമേളയിൽ ജൂറിയുടെ പ്രത്യേക അവാർഡ് ലഭിച്ചു. है फैल रही फिजाओं में ख्वाबों की महक, ख्वाब ही होते हैं जीने की वजह. कभी पुर्जों पर उतारा था इन ख्वाबों को, सोचकर मिलेगी इन्हें ऊंची सी जगह. ജാപ്പനീസ് സിനിമകൾക്കായും ആബ തിരക്കഥകൾ ഒരുക്കി. ആബയുടെ എഴുത്തിലെ സ്ത്രീപക്ഷ രചനകൾ സ്ത്രീകളുടെ കരച്ചിലുകൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ലൈംഗിക അക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നുവെന്നത് പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണെന്ന് ആബ പറയുന്നു. So which have to do against domestic violence, against sexual abuse, child sexual abuse, these kind of issues which are generally people sort of may or may not be interested in, but for me it's important and also it's important to write about these issues. സ്ത്രീകളായ എഴുത്തുകാരുടെ തുറന്നു പറച്ചിലുകൾ അവരെ ഒറ്റപ്പെടുത്തുന്നു. സ്ത്രീകൾ പരിമിതികൾക്കുള്ളിൽ നിൽക്കണമെന്ന് എഴുത്തുകാരന്മാർ പറയുമ്പോൾ അവരുടെ എഴുത്തിന് എന്ത് വിശാലതയാണുള്ളതെന്ന് ആബ ചോദിക്കുന്നു. എഴുത്തിനെ ചൊല്ലി നാടുവിടേണ്ടി വന്ന തസ്ലീമ നസ്രീൻ ഈ വേട്ടയാടലിന്റെ ഇരയാണ്. The woman also has a need to express herself, to speak. If I did not speak, if I did not say that okay, I am going to be a writer, I am going to express myself, I am going to speak out openly against what I think is wrong, then that would be one less voice which would be heard today, no? ബംഗാളും കേരളവും സാഹിത്യത്തെ പരിപോഷിപ്പിച്ച മണ്ണാണെന്ന് ആബ പറയും. ഇവിടുത്തെ എഴുത്തുകാർ തന്റെ സാഹിത്യത്തിന് ഏറെ പ്രചോദനമായി. തിരുവനന്തപുരത്തെ കവിതാ സദസ്സിൽ പങ്കെടുത്തതും അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പോയതും പച്ചപ്പ് നിറഞ്ഞ ഓർമ്മകൾ. സുഹൃത്തായ സച്ചിദാനന്ദനെയും ഗുരുതുല്യായ കമല സുരയ്യയെയും കുറിച്ച് പറയുമ്പോൾ നൂറ് നാവ്. I have read her book, My Story, and I find her like really a revolutionary woman writer. She expressed whatever a woman felt. She expressed her true feelings and
she was also a poet who wrote from her heart. Mr. K. Sachidanandan, whom I call Sachi, is a good friend, and he has also compared my poems to the writing of Kamala Das. So I feel it's a big honor to be compared to someone with her. നഗരത്തിലെ ജീവിതം ഇടയ്ക്കുണ്ടാക്കുന്ന അസ്വസ്ഥതകളിൽ വല്ലപ്പോഴും എത്തുന്ന മഴയാണ് ഏക ആശ്വാസം. കേരളത്തിലെ മഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഴക്കാലത്ത് കേരളത്തിലെത്തുമെന്ന ഉറപ്പ്. ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയത്ത് ജനലരികിൽ നിന്ന് ലോകത്തെ നോക്കിക്കാണണമെന്ന ആഗ്രഹമാണ് ആബ അയ്യങ്കാർക്ക്.